വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെയാണെന്നറിയില്ല. ഇത് ആരോ ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ദിവസം രാവിലെയും ഉച്ചയ്ക്കും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യമാണ് കൂടുന്നത്. രാവിലെയും കൂടുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷവും കൂടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഏകദേശം 1600 രൂപയുടെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഈ ഡിസംബർ 1-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ഏകദേശം 14,000 രൂപയുടെ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. പർച്ചേസ് ചെയ്യുന്ന ആളിനും ഒരു കുറവില്ല, വിറ്റുകൊണ്ടിരിക്കുന്നവർക്കും പ്രശ്നങ്ങളല്ല, അവരും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആവശ്യം വന്നപ്പോൾ ഞാനും വന്ന്, എൻ്റെ മോളെ കല്യാണമാണ്, അതിന് ഞാനും വന്നിരിക്കുകയാണ്. ഏകദേശം ഇത് പാവപ്പെട്ടവരാണെങ്കിൽ 5-10 പവനിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം പണമുള്ള അനുസരിച്ച് അവർക്ക് കൊടുക്കാം. അവർക്ക് എന്തായാലും ഇത് നഷ്ടം വരുന്നില്ല. കുറേ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഇത് ലാഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെയൊക്കെ സമയത്ത് 250-500 രൂപയായിരുന്നു. പിന്നെ അത് 1500, 2000 രൂപ, 5000 രൂപ, 22,000, പിന്നെ 30,000, 35,000, 30,000, 1,01,000. എന്ത് ചെയ്യും? പെൺകുട്ടികളെ അയക്കണ്ടേ? നിങ്ങൾ സർക്കാരിനോട് പറ. ഗോൾഡിന് വില കൂടിയ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആരും സ്ത്രീധനം വാങ്ങിക്കാതെ വരില്ല. 10-15 രൂപേൻ്റെ ഉരുപ്പിടി അത് തന്നെ കുറവ്. ഇപ്പോൾ പാവപ്പെട്ടവർ എങ്ങനെ അയക്കും? പെൺപിള്ളേരുള്ളവർ വലിയ കഷ്ടം. ഇനി കൂടുമ്പോഴത്തേക്ക് ഈ വരന്മാർ ക്യാഷ് മതി എന്ന് പറയണം. ആഭരണം വേണ്ട, ഉള്ള ക്യാഷ് അവർക്ക് കൊടുത്ത് അവർക്ക് ജീവിക്കാനായി. ആഭരണമായിട്ടോട് പുറത്തിറങ്ങാനേ പേടി. ഗോൾഡിന് 3,500 രൂപയുള്ള ഒരു പവന് 40-45 വർഷത്തിന് മുമ്പ് എനിക്കൊരു 15 പവൻ്റെ ഉരുപ്പടി ഇട്ട് അടിപൊളിയായിട്ട് കല്യാണം നടത്തിയിട്ട് സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി വേണമല്ലേ? ഇത്രയോ ഇരട്ടിയല്ല, അതിൻ്റെ 10 മടങ്ങെന്ന് പറയാം.